ഹലോ എവ്രി വൺ, വെൽക്കം ടു അവർ ചാനൽ. നമ്മളിപ്പോൾ ഇംഗ്ലീഷിൽ ഗ്രാമറാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും സിമ്പിളായിട്ട് അടിസ്ഥാനത്തിൽ നിന്നാണ് നമ്മൾ തുടങ്ങിയത്. ടെൻസിൽ നിന്ന് നമ്മൾ തുടങ്ങി 12 ടെൻസുകൾ നമ്മൾ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇഫ് ക്ലോസ് പഠിച്ചു, ടൈപ്സ് ഓഫ് സെൻറ്റൻസ് പഠിച്ചു, കൈൻഡ്സ് ഓഫ് സെൻറ്റൻസ് പഠിച്ചു. പിന്നെ നമ്മൾ വോയിസ് പഠിച്ചു. അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ പഠിച്ചു. അതിനുശേഷം ഇപ്പോൾ ഇനി പഠിക്കാൻ പോകുന്നത് റിപ്പോർട്ടഡ് സ്പീച്ചാണ്. അപ്പോൾ ഇത്രയും നമ്മൾ ഈ ടെൻസൊക്കെ നന്നായിട്ട് പഠിച്ചേണ്ട ആളുകൾക്കാണ് വോയിസ് അല്ലെങ്കിൽ പാസീവ് വോയിസ്, ആക്റ്റീവ് വോയിസ് ഒക്കെ തിരിച്ചറിഞ്ഞ് അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റാൻ പറ്റുക. ഇഫ് ക്ലോസ് പഠിക്കുമ്പോഴും നമുക്ക് ടെൻസ് ആവശ്യമാണ്. എവിടെയും എന്തും നമുക്ക് ടെൻസ് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ്. ഇവിടെ ഈ റിപ്പോർട്ടഡ് സ്പീച്ചിലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ടെൻസിൻ്റെ വളരെയധികം നല്ലൊരു ഉപയോഗം വരുന്നുണ്ട്. പിന്നെ നമ്മളിവിടെ കുറച്ച് സെൻസിബിലിറ്റി, നമ്മളുടെ പറയില്ലേ, കോമൺ സെൻസും നമ്മൾ കുറച്ച് ഉപയോഗിക്കണം. എന്താ റിപ്പോർട്ടഡ് സ്പീച്ച്? ഞാൻ ഇവിടെ കുറച്ച് ഇത് രണ്ട് നമ്മൾ പാർട്ട് 1 പാർട്ട് 2 ആയിട്ടാണ് പഠിക്കുക. റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ അടുത്ത് ഒരാളുടെ അടുത്തൊരു കാര്യം പറഞ്ഞു, അല്ലെങ്കിൽ ഒരാൾ നമ്മുടെ അടുത്ത് വന്നൊരു കാര്യം പറഞ്ഞു, അല്ലെങ്കിൽ നമ്മൾ വേറൊരാളുടെ അടുത്തൊരു കാര്യം പറഞ്ഞു. അത് പക്ഷെ മൂന്നാമതൊരാളുടെ അടുത്ത് നമ്മൾ പോയിട്ട് എൻ്റെ അടുത്ത് ഇന്ന ആൾ ഇങ്ങനെ പറഞ്ഞിരുന്നു. ഓക്കെ, ഇപ്പം ആ ആൾ ചിലപ്പോൾ ആ പറഞ്ഞ കാര്യം പ്രസൻറ്റ് ടെൻസിലായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക, ഇപ്പം നടക്കുന്ന പോലെ ആയിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. പക്ഷെ നമ്മൾ വേറൊരാളടുത്ത് പറയുമ്പോൾ ആ ആൾ പറഞ്ഞ കാര്യം പാസ്റ്റ് ടെൻസിൽ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ പറഞ്ഞിരുന്നു എന്നുള്ള രീതിയിൽ പാസ്റ്റ് ടെൻസിലല്ലേ പറയുക, അല്ലേ? അതിപ്പോൾ നമ്മൾ ഫ്യൂച്ചർ ടെൻസിൽ പറഞ്ഞൊരു കാര്യം, ഇനിയിപ്പോൾ നാളെ നടക്കാനോ അടുത്ത മാസമൊക്കെ നടക്കാൻ പോകുന്നൊരു കാര്യം ആ ആൾ പറഞ്ഞിരുന്നുവെങ്കിലും അങ്ങനെ ഒരു കാര്യം ഇന്ന ആൾ പറഞ്ഞിരുന്നു, അത് കഴിഞ്ഞു പോലെയല്ലേ നമ്മൾ പറയാ, റിപ്പോർട്ട് ചെയ്യുക ചെയ്യുന്നത്, അല്ലേ? ഒരാളോട് പറഞ്ഞ കാര്യം നമ്മൾ എന്ത് ചെയ്യുന്നു, വേറൊരാളുടെ അടുത്ത് പോയിട്ട് റിപ്പോർട്ട് ചെയ്യുന്നു. അതാണ് റിപ്പോർട്ടഡ് സ്പീച്ച്. പലപ്പോഴും പെട്ടെന്ന് ഇങ്ങനെ അധികം ബേസ് ഇല്ലാതിരിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഇങ്ങനെ അധികം എല്ലാവർക്കും അങ്ങനെ അറിയണമെന്നില്ലല്ലോ, അങ്ങനെയുള്ള ആളുകൾക്ക് ചിലപ്പോൾ ഈ വോയിസും റിപ്പോർട്ടഡ് സ്പീച്ചും അങ്ങ് മാറിപ്പോകും. വോയിസ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, നമ്മൾ ആക്റ്റീവ് വോയിസും പാസീവ് വോയിസും ഉണ്ട്. ആക്റ്റീവ് വോയിസിൽ നമ്മൾ സബ്ജക്റ്റിന് പ്രാധാന്യം നൽകി പറയുന്നു. പാസീവ് വോയിസിൽ ഒബ്ജക്റ്റിന് പ്രാധാന്യമായിട്ട് പറയുന്നു. അതായത് രാവണനെ കൊന്നു എന്ന് പറയുന്നതിന് പകരം രാമനാൽ കൊല്ലപ്പെട്ടു. അതായത് അപ്പോൾ രാവണന് കൂടുതൽ പ്രാധാന്യം ആ സെൻറ്റൻസിൽ കിട്ടുന്ന പോലെ ഇല്ലേ, അതാണ് നമ്മൾ ഈ വോയിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ എന്താ പറയുക, ടെൻസിനും അതിനനുസരിച്ചിട്ടുള്ള വ്യത്യാസങ്ങളുണ്ട്. എന്നാൽ ഇവിടെ റിപ്പോർട്ടഡ് സ്പീച്ചിൽ നമ്മൾ അവിടെ ടെൻസ് മാറുന്നുണ്ട്, വോയിസിൽ ടെൻസ് മാറുന്നില്ല കേട്ടോ. ഓരോ വോയിസിനും ഓരോ ടെൻസിനും അതിൻ്റേതായിട്ടുള്ള ഒരു പാസീവ് വോയിസ്, ആക്റ്റീവ് വോയിസ് ഫോമാണ് ഉള്ളത്. അവിടെ എന്ത് ചെയ്യുന്നില്ല, സ്ട്രക്ചറാണ് മാറുന്നത്, അല്ലാതെ ഒരു ടെൻസിൽ നിന്ന് മറ്റൊരു കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേറൊരു ടെൻസിലേക്ക് അത് മാറുന്നില്ല. എന്നാൽ റിപ്പോർട്ടഡ് സ്പീച്ചിൽ അങ്ങനെയല്ല. റിപ്പോർട്ടഡ് സ്പീച്ചിൽ എന്തുണ്ട്, ഒരു ടെൻസിൽ ചേഞ്ച് വരുന്നുണ്ട്. അതായത് നമ്മളോട് ഇപ്പോൾ ഒരാളൊരു കാര്യം വന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഒരു വ്യക്തിയോട് മറ്റൊരു വ്യക്തി ഒരു കാര്യം പറഞ്ഞു, പക്ഷെ ആ പറഞ്ഞ കാര്യം നമ്മൾ വേറൊരാളുടെ അടുത്ത് പോയി റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന കാര്യം എന്താ, ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞൊരു കാര്യമാണ്. അപ്പോൾ അതെന്താ, പാസ്റ്റ് ടെൻസിലേക്ക് നമ്മൾ മാറ്റേണ്ടതായിട്ട് വരും. ഇനി പാസ്റ്റ് ടെൻസിൽ പറഞ്ഞൊരു കാര്യമാണെന്ന് വിചാരിക്കൂ, അപ്പോൾ അത് പാസ്റ്റ് പെർഫെക്റ്റിലേക്കും പെർഫെക്റ്റ് കണ്ടിന്യൂസിലേക്കും ഒക്കെ അങ്ങ് മാറ്റേണ്ടതായിട്ട് വരും. ഫ്യൂച്ചർ ടെൻസിൽ പറയുമ്പോൾ വില്ലേഷാല അങ്ങനെ മോഡൽ വെർബ്സ്, ഈ വെർബിനെ പറ്റി നമ്മൾ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യൂ കേട്ടോ. മോഡൽ വെർബ്സും ട്രാൻസിറ്റീവ്, ഇൻട്രാൻസിറ്റീവ് വെർബ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് ഡിവിഷൻസ് ഉണ്ട്, അതൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഇനി നിങ്ങൾ ഇത്രയും മനസ്സിലാക്കുക, ഈ വില്ലേഷാല, ക്യാന്, മേ എന്നൊക്കെ വെച്ച് വരുന്ന സന്ദർഭങ്ങളിൽ, സെൻറ്റൻസുകളിൽ നമ്മൾ എന്ത് ചെയ്യും, ആ വെർബുകളുടെ അല്ലെങ്കിൽ ആ മോഡൽ വെർബ്സിൻ്റെ എന്ത് ചെയ്യും, നമ്മൾ അതിൻ്റെ ഒരു പാസ്റ്റ്, അതായത് വില്ലിൻ്റെ വുഡ്, ഷാലിൻ്റെ ഷുഡ് അങ്ങനെ ആക്കി നമ്മൾ പറയേണ്ടതായിട്ട് വരും. ഞാൻ ടെൻസ് എടുത്തപ്പോൾ ഫ്യൂച്ചർ ടെൻസിനെ പറ്റി വളരെയധികം ഡീറ്റെയിൽ ആയിട്ടൊക്കെ പഠിച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ഇവിടെ ആവശ്യമായിട്ട് വരും. പ്രസൻറ്റ് ടെൻസിനുള്ളത് കറസ്പോണ്ടിങ് ആയിട്ട് പാസ്റ്റ് ടെൻസിലേക്കും, സിമ്പിൾ പാസ്റ്റിലുള്ളത് പാസ്റ്റ് പെർഫെക്റ്റിലേക്കും, പാസ്റ്റ് കണ്ടിന്യൂസിലുള്ളത് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലേക്കൊക്കെ മാറും. അത് നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ അതുകൊണ്ട് തന്നെ ഓരോ ടെൻസും എടുത്ത് ഇവിടെ പറയുന്നില്ല. ടെൻസൊക്കെ വളരെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതുകൊണ്ട് അതിവിടെ നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നില്ല. വെറുതെ നമ്മളിങ്ങനെ ചുമ്മാ ഇങ്ങനെ റിപ്പീറ്റ് അടിക്കുന്ന പോലെ തോന്നും. ടെൻസ് ആദ്യമേ തന്നെ പോയി കാണാം, അത് വളരെ തറമായിട്ട് മനസ്സിലാക്കുക. അതിനുശേഷം നമ്മളുടെ സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്യണം. ഓരോ വീഡിയോകളും കണ്ടിട്ട് ശേഷം മാത്രം റിപ്പോർട്ട് സ്പീച്ചിലേക്ക് വരിക. ഇനി നേരെ റിപ്പോർട്ട് സ്പീച്ചിലേക്ക് വന്നതൊന്നും കുഴപ്പമൊന്നുമില്ല, ടെൻസിനെ പറ്റിയൊക്കെ അത്യാവശ്യം അവഗാഹം ഉണ്ടായിരിക്കണം. ഇനി ഇതിക്ക് മുന്നേ നടന്ന വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ട്, ക്ലാസ്സുകൾ ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പ്ലേ ലിസ്റ്റ് ഉണ്ട്, അതിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതുപോലെ നിങ്ങൾ തീർച്ചയായും ക്ലിക്ക് ചെയ്ത് കാണാം.
ഓക്കെ, അപ്പോൾ നമുക്കിനി ഡിലേ ഒന്നും വേണ്ട. ഏകദേശം 5 മിനിറ്റ് ആയി എൻ്റെ പാചകടി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത സ്ലൈഡിലോട്ട് പോവാം. ഇവിടെ നമ്മൾ ചില ഈ ടെൻസ് മാറുന്നതോടൊപ്പം തന്നെ ചില വാക്കുകളിലും വ്യത്യാസം വരുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മളിങ്ങനെ പറയാമെന്ന് വിചാരിക്കും, ഹി കെയിം യെസ്റ്റർഡേ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വേറൊരാളുടെ അടുത്ത് പറയുമ്പോൾ പോയിട്ട് യെസ്റ്റർഡേ എന്ന് പറയാൻ പറ്റില്ല. നെക്സ്റ്റ് ഡേ എന്ന് നമ്മൾ പറയും, അല്ലെങ്കിൽ ഡേ ബിഫോർന്നോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ, അതായത് അതിക്ക് തലേ ദിവസം അങ്ങനെ നമ്മൾ പറയേണ്ടി വരില്ല. ആ ദിവസത്തിൻ്റെ തലേ ദിവസം അങ്ങനെ നമ്മൾ റെഫർ ചെയ്ത് പറയേണ്ടതായിട്ട് വരും. അവിടെ നമുക്ക് യെസ്റ്റർഡേ അല്ലെങ്കിൽ ഹി ഗോസ് നൗ അല്ലെങ്കിൽ ഹി ഈസ് കമ്മിങ് നൗ എന്ന് പറഞ്ഞുള്ള ഒരു നൗ വന്നിട്ടുള്ളൊരു വാക്കാണെന്നുണ്ടെങ്കിൽ അവൻ ദാ വരുന്നു, വന്നുകൊണ്ടിരിക്കുന്നു, എങ്ങനെയുള്ളൊരു വാക്ക് വരുമ്പോൾ നമ്മൾ വേറൊരാളത്ത് പറയുമ്പോൾ അവൾ പറഞ്ഞു അവൻ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ പറയണ്ടേ. ആ സമയത്ത് അവൻ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം നൗ എന്നുള്ളത് ദെൻ ആവണം. ഇങ്ങനെയുള്ള കുറച്ച് വാക്കുകൾ വരണം. നമ്മൾ മലയാളത്തിൽ തന്നെ ഒരു ആലോചിച്ചാൽ മതി. നമ്മളൊരു കാര്യം പറയുമ്പോൾ അവിടെ ഉപയോഗിക്കുന്ന ചില വാക്കുകൾ എന്താ, നമ്മൾ അതിൻ്റെയും ഒരു സ്പെസിഫിക് മറ്റൊരു വാക്കുകളിലേക്ക് നമ്മൾ മാറും അല്ലേ. അപ്പോൾ യെസ്റ്റർഡേ എന്നുള്ളത് പ്രീവിയസ് ഡേ ആയിട്ട് മാറും. ടുമാറോ എന്നുള്ളത് ദ ഡേ നെക്സ്റ്റ് എന്നോ അതല്ലെങ്കിൽ ദ നെക്സ്റ്റ് ഡേ എന്നോ ഒക്കെ ആയിട്ട് മാറും. നോക്കൂ, ഇവിടെ നൗ എന്ന് പറയുന്നത് തെന്നാണ് കേട്ടോ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ക്രൂഷ്യലാണ്. കാരണം ചിലപ്പോൾ ആ സെൻറ്റൻസ് നമുക്ക് തന്നിരിക്കുന്ന ഈ PSCയിലൊക്കെ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ, തന്നിരിക്കുന്ന സെൻറ്റൻസ് മുഴുവൻ കറക്റ്റ് ആയിരിക്കും, പക്ഷേ ഇങ്ങനത്തെ ഏതെങ്കിലും ഒരു വാക്കിൽ അവരെന്ത് ചെയ്യും, ഒരു മാറ്റം തരാതെ ഒരു ഓപ്ഷൻ ഉണ്ടാവും. അപ്പം നമ്മൾ ചിലപ്പോൾ പെട്ടെന്ന് ടെൻസും ഇതൊക്കെ മാറ്റിയല്ലോ ഓക്കെ ആയിട്ട് നമ്മൾ അത് പോയി സെലക്ട് ചെയ്തങ്ങ് വയ്ക്കും. ഈ നൗ എന്ന് പറയുന്നത് അവർ ദെന്നാക്കി മാറ്റിണ്ടാവില്ല ആ ഓപ്ഷനിൽ. ഓക്കെ, അപ്പം അങ്ങനത്തെ ഇതുകൾ വന്നു കഴിഞ്ഞാൽ അപ്പോൾ ആ ഓപ്ഷൻ തെറ്റാണ്. ഹിയർ എന്ന് പറയുന്നത് ദേറാവും. ഹിയർ കംസ് എന്നുള്ളത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വേറൊരിടത്ത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ഹിയർ കംസ് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ദേർ കെയിം അങ്ങനെയൊക്കെ ആയിരിക്കും നമുക്ക് പറയാൻ പറ്റുള്ളൂ. പാസ്റ്റ് ടെൻസിക്ക് ആകുമ്പോൾ നമ്മൾ ഓരോ സിനാരിയോകളായിട്ട് ആയിരിക്കും ഇവിടെ ഡിസ്കസ് ചെയ്യുക. വളരെ ഷോർട്ടായിട്ടുള്ളൊരു വീഡിയോ ആണിത്. നിങ്ങൾക്ക് കുറച്ചുകൂടി സ്പീഡിൽ കാണുന്നുണ്ടെങ്കിൽ അങ്ങനെ സെറ്റിങ്സിൽ പോയി കാണാം. അതല്ലാന്നുണ്ടെങ്കിൽ സ്പീഡ് കുറച്ച് കാണും. ഞാൻ ചിലപ്പോൾ ഇച്ചിരി സ്പീഡിൽ പറയുന്നുണ്ടാവും. കാരണം ഈ വീഡിയോ അനാവശ്യമായിട്ട് ലെങ്ത് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഞാൻ പലപ്പോഴും ക്ലാസ്സുകളൊക്കെ കാണുമ്പോൾ ആദ്യം നോക്കാതെ എത്ര ലെങ്ത്തുള്ള ക്ലാസ് ആണെന്നാണ്. അപ്പോൾ ഒരുപാട് ലെങ്ത് ഉണ്ടെങ്കിൽ അതോടുകൂടി അത് കാണാനുള്ളൊരു മോട്ടിവേഷൻ പോകും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇച്ചിരി സ്പീഡിലൊക്കെ പറയുന്നത് കേട്ടോ. ഇത് ഇങ്ങനെ നമ്മൾ റിവൈസ് ചെയ്യുന്ന ആളുകളൊക്കെ ഒന്നും കൂടി സ്പീഡിൽ കണ്ടോ, കുഴപ്പമില്ല. ഇനി എഗോ എന്ന് പറയുന്നത് ബിഫോർ ആവും, ദസ് എന്ന് പറയുന്നത് സോ ആവും, ടുഡേ എന്ന് പറയുന്നത് ദാറ്റ് ഡേ. അതായത് നമ്മൾ വേറൊരാൾക്ക് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ടുഡേ എന്ന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ആ പറഞ്ഞ ആ ദിവസം എന്നുള്ള രീതിയിൽ ദാറ്റ് ഡേ ആവും. ടുഡേ എന്നുള്ളത് ദാറ്റ് ഡേ ആവും. ടുമോറോ എന്ന് പറയുന്നത് ദ നെക്സ്റ്റ് ഡേ എന്നാവും. യെസ്റ്റർഡേ എന്നുള്ളത് ദ ഡേ ബിഫോർ എന്നാവും. ലാസ്റ്റ് നൈറ്റ് എന്ന് പറയുന്നത് നൈറ്റ് ബിഫോർ. ദിസ് ദാറ്റ് സെഡ് ടു എന്നുള്ളത് ടോൾഡ് ആവും. ഓക്കെ, സെഡ് ടു എന്നുള്ളത് ടോൾഡ് ആവും. കം എന്നുള്ളത് ഗോ ആവും. മനസ്സിലായോ? ഇത് വളരെ ഇത് കുറച്ചും കൂടിയും നമുക്ക് പറയില്ലേ, ഓരോ സിറ്റുവേഷനും ഓരോ സെൻറ്റൻസിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾക്കും അതിൻ്റെ ഒരു സെൻസിനും അനുസരിച്ചിട്ട് നമ്മളിങ്ങനെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കുമെന്ന് ആലോചിച്ച് അവിടെ മാറ്റങ്ങൾ വരുത്തണം. ഇതിൽ കൂടുതൽ രീതികൾ മാറ്റങ്ങളൊക്കെ ചിലപ്പോൾ ചില സെൻറ്റൻസുകളിൽ വന്നേക്കാം. ഇനി താഴെ എന്ത് ചെയ്തിരിക്കുന്നതെന്ന് നോക്കിയേ. ദ പ്രൊനൗൺസ് ഓഫ് ദ പ്രോനൗൺസ് എന്നുണ്ട്. പ്രോനൗൺസ് അതായത് ഹി ഷീ എന്നൊക്കെ പറയുന്ന സംഭവങ്ങളുണ്ടല്ലോ, ഇറ്റ് എന്നൊക്കെ പറയുന്ന പ്രോനൗൺസ് ഓഫ് ദ ഡയറക്റ്റ് സ്പീച്ച് ആർ ചേഞ്ച്ഡ് ഇൻ ദ ഇൻഡയറക്റ്റ് സ്പീച്ച്. അതായത് ഇവിടെ ഹി ഷീ എന്നൊക്കെ ഉപയോഗിക്കുന്നത് ചിലപ്പോൾ അവിടെ വരുമ്പോൾ അങ്ങനെ ആയിരിക്കില്ല. അല്ലെങ്കിൽ യു എന്ന് ഉപയോഗിക്കുന്നത്, ഐ എന്ന് ഉപയോഗിക്കുന്നത്, ഇറ്റ് എന്ന് ഉപയോഗിക്കുന്നത് ഒക്കെ എന്താവും, അവിടെ ചെല്ലുമ്പോൾ പല രീതിയിലും മാറും. ഓക്കെ, സോ ദാറ്റ് ദെയർ റിലേഷൻസ് വിത്ത് ദ റിപ്പോർട്ടർ ആൻഡ് ദ ഹിയറർ. അതായത് ആരാണ് ഇത് ഇപ്പം എൻ്റെ അടുത്തൊരു കാര്യം വന്നിട്ട് ഞാൻ തന്നെ വേറൊരാളടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഐ എന്നുള്ളത്, അല്ലെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞ വ്യക്തി യു എന്ന് ഉപയോഗിച്ചത് എൻ്റെ കാര്യം വരുമ്പോൾ മീന്നോ ഐന്നോ ഒക്കെ ആവും. ഇനി വേറൊരാളുടെ അടുത്ത് പറഞ്ഞൊരു കാര്യമാണെന്നുണ്ടെങ്കിൽ യു എന്ന് പറയുന്നിടത്ത് ചിലപ്പോൾ ഹീയും ഷീയും ഒക്കെ ആവും. അതായത് അതെന്താ റിപ്പോർട്ട് ചെയ്യുന്നത് ആരാണോ അത് കേൾക്കുന്ന ആളായിട്ട് ആ റിപ്പോർട്ട് ഇന്ന കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞ് നമ്മളൊരാളോടായിരിക്കുമല്ലോ പറയണേ. ആ കേൾവിക്കാരനായിട്ട് നമ്മളുടെ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഈ സെൻറ്റൻസിൽ പറയുന്ന ആളുടെ വ്യക്തിയുടെ റിലേഷൻഷിപ്പ്, അതാണ് ഞാൻ പറഞ്ഞത്. ഒരു സിറ്റുവേഷൻ അനുസരിച്ചാണ് ഇതൊക്കെ ചേഞ്ച് ആവുക. ആരോട് പറഞ്ഞു, ആര് തമ്മിലുള്ള റിലേഷൻ എന്താണ് എന്നതിനനുസരിച്ചിട്ട് ഈ പ്രൊനൗൺസ് മാറും. റാദർ ദാൻ വിത്ത് ദ
ഒറിജിനൽ സ്പീക്കർ ആർ ഇൻഡിക്കേറ്റഡ്. അതായത് ഈ ഒറിജിനൽ സ്പീക്കറിൻ്റെ ഇതിനനുസരിച്ചായിരിക്കും നിർബന്ധമില്ല. ആരാണോ റിപ്പോർട്ട് ചെയ്യുന്നത്, ആ റിപ്പോർട്ട് ചെയ്യുന്ന കാര്യം ആരാണോ കേൾക്കുന്നത് അയാളായിട്ടുള്ള റിലേഷൻ എന്താണ് ഈ റിപ്പോർട്ട് ചെയ്യുന്ന ആൾക്ക്, അതിനനുസരിച്ചിട്ടൊക്കെ ആയിരിക്കും ഹീ, ഷീ, ഇറ്റ് എന്നൊക്കെ സംഭവങ്ങൾ ഒക്കെ മാറി മറിഞ്ഞും വരിക. നമ്മളത് ഓരോ സിനാരിയോയിലായിട്ട് ഇനി നമുക്ക് കാണാം. ഇത് ഒരുപാട് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആവും. പക്ഷെ നമ്മൾ ഡെയിലി ലൈഫിൽ അവൻ നിന്നെ പറ്റി അങ്ങനെ കാര്യം പറഞ്ഞു, നമ്മളിങ്ങനെ റിപ്പോർട്ട് ചെയ്യില്ലേ സ്ഥിരമായിട്ട് പോയിട്ട്. അപ്പോൾ നമ്മൾ പറയുന്ന വ്യക്തിയോട് നമ്മൾക്കുള്ള റിലേഷൻഷിപ്പ് എന്താണ്, അതിനനുസരിച്ചിട്ടായിരിക്കും ഈ ഐ, മീ എന്നൊക്കെ ആയിട്ട് പറയും. ഇപ്പം ഞാൻ എന്നെ പറ്റി തന്നെ കേട്ടൊരു കാര്യം വേറൊരാൾ പറഞ്ഞത് ഞാൻ പോയി പറയുകയാണെന്നുണ്ടെങ്കിൽ അപ്പം എന്താ, ഈ യു, ഈ പറഞ്ഞ വ്യക്തി ഒറിജിനലി ഈ ഡയലോഗ് പറഞ്ഞ വ്യക്തി യു എന്ന് ഉപയോഗിച്ചത് ഐ ആയിട്ട് മാറും അല്ലേ. അത് നമ്മൾ തന്നെയാണ് പറയണമെന്നുണ്ടെങ്കിൽ, അതല്ല വേറൊരാളുടെ അടുത്ത് പറഞ്ഞ കാര്യം നമ്മൾ കേട്ടിട്ട് അത് വേറൊരാളുടെ അടുത്തുനിന്ന് പോയി പറയണമെന്നുണ്ടെങ്കിൽ അപ്പോഴും മാറും, ഹീ, ഷീ ഒക്കെ മാറും. ഇനി നമ്മൾ ഒരു വ്യക്തിയോട് പറഞ്ഞു, നമ്മൾ പോയിട്ട് അത് കേട്ട വ്യക്തിയോടാണ് പോയി പറയണമെന്നുണ്ടെങ്കിലോ അപ്പോൾ യു എന്ന് പറയുന്നത് ചിലപ്പോൾ യു തന്നെയായിട്ട് തന്നെ നിൽക്കും. മനസ്സിലായോ? അത് ആ കോണ്ടെക്സ്റ്റിനനുസരിച്ചിട്ടാണ് നമ്മൾ അവിടെ പ്രൊനൗൺസ് ഒക്കെ ഉപയോഗിക്കുക. നോക്കൂ, ഒരു സിനാരിയോ നോക്കൂ. ജോൺ സെഡ് ടു മേരി ഐ ആം സാഡ്. വളരെ സിമ്പിളായിട്ടുള്ള സെൻറ്റൻസ് ആണ്. ജോണ് മേരിനോട് പറയാണ് ഞാൻ സാഡാണ്, എനിക്ക് സങ്കടമാണ് എന്ന് പറയണം. അപ്പോൾ ജോൺ മേരിനോട് പറഞ്ഞു, ഞാൻ ഇങ്ങനെ പറയാണ്, ജോൺ മേരിനോട് പറഞ്ഞു അവന് ഭയങ്കര സങ്കടമാണ്, അല്ലെങ്കിൽ അവൻ സങ്കടത്തിലാണ്, ഇങ്ങനെയല്ലേ പറയുക. അപ്പോൾ ഈ ഐ എന്ന് പറയുന്നത് ജോൺ സ്വന്തമായിട്ട് മേരിയുടെ അടുത്ത് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഭയങ്കര സങ്കടമാണ് എന്ന് പറഞ്ഞത്. പക്ഷെ ജോൺ മേരിയുടെ അടുത്ത് പറഞ്ഞു, ഞാൻ പറയാണ് ജോൺ മേരിയുടെ അടുത്ത് പോയി പറഞ്ഞു അവന് സങ്കടമാണ് എന്നവൻ പറഞ്ഞു, അങ്ങനെയല്ലേ ഞാൻ പറയുക. അപ്പം ഈ സെഡ് ടു എന്നുള്ളത് എന്താവും, ടോൾഡ്, പറഞ്ഞു. ജോൺ ടോൾഡ് മേരി ദാറ്റ്, എന്താ പറഞ്ഞേ, ജോൺ ടോൾഡ് മേരി എന്താന്ന് വെച്ചാൽ എന്ന് നമ്മൾ പറയില്ലേ, ജോണ് പോയിട്ട് ജോണ് മേരിയുടെ അടുത്ത് പറഞ്ഞു എന്താന്ന് വെച്ചാൽ, ആ ഒരു അർത്ഥത്തിലാണ് ഇവിടെ ദാറ്റ് വരുന്നത്. അപ്പം നമ്മൾ ഈ പറയുന്ന റിപ്പോർട്ടിംഗ് വെർബും അല്ലെങ്കിൽ ആരോട് പറഞ്ഞു എന്നതിന് ശേഷം ആ പറഞ്ഞ കാര്യവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു കൺജങ്ഷൻ ഉണ്ട്. അത് സ്റ്റേറ്റ്മെൻറ്റിൽ എപ്പോഴും എന്തായിരിക്കും, ദാറ്റ് ആയിരിക്കും. ക്വസ്റ്റ്യനിൽ വ്യത്യാസമായിട്ട് വരും, ഇനി ഇമ്പാരറ്റീവ് സെൻറ്റൻസുകൾ വരുമ്പോഴും വ്യത്യാസമായിട്ട് വരും. മനസ്സിലാക്കി വയ്ക്കുക, സ്റ്റേറ്റ്മെൻറ്റിൽ ആ കൺജങ്ഷൻ എപ്പോഴും ദാറ്റ് ആയിരിക്കും. ദാറ്റ് ഹീ, നോക്കൂ, ഞാൻ പോയിട്ട് ജോണിൻ്റെ അടുത്തോ മേരിയുടെ അടുത്തോ അല്ലെങ്കിൽ ജോണിൻ്റെ അടുത്തായിട്ടല്ല, നീ അങ്ങനെ പറഞ്ഞില്ലേ മേരിയുടെ അടുത്ത് എന്ന് പറഞ്ഞല്ല ഞാൻ ചോദിക്കാൻ പോണേ. ഞാൻ വേറൊരാളടുത്ത് പോയി പറയണം, ജോൺ മേരിയുടെ അടുത്ത് പറഞ്ഞു അവൻ ദുഃഖത്തിലായിരുന്നു എന്ന്, അല്ലേ. അപ്പം ഐ ആം സാഡ് എന്ന് പറയുന്നത് ഏത് ടെൻസാ, സിമ്പിൾ പാസ്റ്റ് ആണ്, സിമ്പിൾ പ്രസൻ്റ് ആണ്. ഈ ആം അങ്ങോട്ട് കാണുമ്പോഴേക്ക് നേരെ പോയിട്ട് എന്ത് ചെയ്തേക്കരുത്, അത് ഒരു പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണെന്നൊന്ന് ചിന്തിച്ചേക്കരുത്. കാരണം വെർബിൻ്റെ കൂടെ INGയും കൂടി വരണം, എന്നാൽ മാത്രമേ അത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ആവുള്ളൂ. ഇവിടെ ആം എന്ന് പറയുന്നത് ഒരു മെയിൻ വെർബായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്യണം, അത് സിമ്പിൾ പ്രസൻറ്റിൽ നിന്ന് നേരെ അത് എന്തായിരിക്കും, സിമ്പിൾ പാസ്റ്റിലേക്ക് ആക്കുക. നോക്കൂ, ഇത് ടെൻസ് പഠിച്ചാൽ വളരെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ഇവിടെ സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ ഒന്നും മാറ്റേണ്ട ആവശ്യമില്ല. പക്ഷേ ഇവിടെ പ്രോനൗൺ മാറും. കാരണം ഇത് വേറൊരാൾ പോയി പറയാണ്, ജോൺ മേരിയുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു കേട്ടോ, എന്തെന്നാ പറഞ്ഞേ, അവൻ ദുഃഖത്തിലാണെന്ന് പറഞ്ഞു, ദുഃഖത്തിലായിരുന്നു അവൻ, അല്ലേ. അപ്പോൾ അത് കഴിഞ്ഞു പോയൊരു കാര്യമായിട്ടല്ലേ നമ്മൾ പറയണേ, ഈ പറച്ചിൽ തന്നെ പാസ്റ്റിലാണല്ലോ നടന്നേക്കുന്നത്. അപ്പോൾ അത് പാസ്റ്റ് ടെൻസിലേക്ക് ആക്കി. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഫസ്റ്റത്തെ ഇതിനകത്തൊക്കെയാണ് ഈ ടെൻസ് ഇങ്ങനെ ചേഞ്ച് ചെയ്യണതൊക്കെ എടുത്ത് പറയട്ടോ, നിങ്ങളതാനും കൂടെ അത് ശ്രദ്ധിക്കുക. നോക്കൂ, ഇഫ് ദ റിപ്പോർട്ടിംഗ് വെർബ് ഇസ് ഇൻ ദ പാസ്റ്റ് ടെൻസ്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. റിപ്പോർട്ടിംഗ് വെർബ് പാസ്റ്റ് ടെൻസിലാണെന്ന് വിചാരിക്കും. ഏതാ റിപ്പോർട്ടിംഗ് വെർബ്, സെഡ് എന്നുള്ളതാണ് റിപ്പോർട്ട്. സെഡ് ടു എന്ന് പറയുന്നത് പറഞ്ഞു. പാസ്റ്റ് ടെൻസിലാണെങ്കിൽ ഓൾ ദ മെയിൻ വെർബ്സ് ഓഫ് ദ ഡയറക്റ്റ് സ്പീച്ച് വിൽ ബി ചേഞ്ച്ഡ് ടു ദ കറസ്പോണ്ടിങ് പാസ്റ്റ് ടെൻസ് വൈൽ ചേഞ്ചിങ് ഇൻ ടു ഇൻഡയറക്റ്റ് സ്പീച്ച്. അതായത് ഈ റിപ്പോർട്ടിംഗ് വെർബ് പാസ്റ്റ് ടെൻസിലാണെന്ന് വിചാരിക്കും, സെഡ്. അങ്ങനെയാണെങ്കിൽ അതിന് ശേഷം വരുന്ന മെയിൻ വെർബ് ഇവിടെ ഏതാ, ആം. വേറെ വല്ല വെർബ് ഉണ്ടെങ്കിൽ അത് മെയിൻ വെർബ് ഏതാണോ അത് കറസ്പോണ്ടിങ് പാസ്റ്റ് ടെൻസ്. കറസ്പോണ്ടിങ് പാസ്റ്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ എന്താ, സിമ്പിൾ പ്രസൻറ്റിലാണെങ്കിൽ സിമ്പിൾ പാസ്റ്റിലോട്ട് അങ്ങോട്ടാവും, പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ പാസ്റ്റ് കണ്ടിന്യൂസിലേക്ക് അങ്ങോട്ടാവും, പ്രസൻറ്റ് പെർഫെക്റ്റ് ആണെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റിലോട്ട് അങ്ങോട്ടാവും, പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണെന്നുണ്ടെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലോട്ട് അങ്ങോട്ടാവും. ഓക്കെ, അതാണ് ഈ കറസ്പോണ്ടൻറ്റ് പാസ്റ്റ് ടെൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അത് മനസ്സിൽ വെച്ചേക്കാം. അപ്പോൾ നമുക്ക് അടുത്ത ഒരു സിനാരിയോ നോക്കാം. അടുത്ത സിനാരിയോ ഏതാ, ജോൺ സെഡ്
വാട്ടർ ബോയിൽസ് അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ്. ജോൺ സെഡ് ദാറ്റ് വാട്ടർ ബോയിൽസ് അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇവിടെ വാട്ടർ ബോയിൽസ് അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നതിന് ഒരു മാറ്റവും ഇവിടെ വന്നിട്ടില്ല. നോക്കൂ, അങ്ങനെ തന്നെ ഇവിടെ ഒരു കൺജങ്ഷൻ നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ആയതുകൊണ്ട് ഒരു ദാറ്റ് എന്ന് പറഞ്ഞ കൺജങ്ഷൻ ഉപയോഗിച്ചു. ഇവിടെ റിപ്പോർട്ടിംഗ് വെർബ് പാസ്റ്റ് ടെൻസ് ആണ് എങ്കിൽ പോലും സെഡ് ടു അല്ല, അതുകൊണ്ടാണ് ടോൾഡ് ഉപയോഗിക്കാത്തത് കേട്ടോ. സെഡ് ടു എന്നുള്ളതാണ് വന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ടോൾഡ് ഉപയോഗിക്കണം റിപ്പോർട്ട് ചെയ്യുമ്പോൾ. പക്ഷെ ഇവിടെ സെഡ് ടു ഇല്ല, സെഡ് മാത്രമേ ഉള്ളൂ. ജോൺ ആരോടാന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല, പക്ഷെ ജോൺ പറഞ്ഞു. ജോൺ ഇങ്ങനെ പറയാണ്, എന്താ, വെള്ളം 100 ഡിഗ്രിയിൽ ബോയിൽ ചെയ്യും, അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ ബോയിലിംഗ് പോയിന്റ് എത്രയാണ് 100 ഡിഗ്രി ആണ് എന്ന് പറയാണ്. അപ്പോൾ ജോൺ സെഡ് ദാറ്റ് വാട്ടർ ബോയിൽസ് അറ്റ് 100 ഡിഗ്രി. ആ സെൻറ്റൻസ് നേരെ അങ്ങോട്ട് എടുത്ത് എഴുതി വെച്ചേക്കാണ്. ഇഫ് ദ റിപ്പോർട്ടിംഗ് ക്ലോസ് കണ്ടെയ്ൻസ് എ യൂണിവേഴ്സൽ ട്രൂത്ത്, അതായത് നമ്മൾ പറഞ്ഞു എന്ന് പറയുന്ന ആ കാര്യം, റിപ്പോർട്ട് ചെയ്യുന്ന വിഷയം ഒരു യൂണിവേഴ്സൽ ട്രൂത്താണ് എന്ന് വിചാരിക്കും. ആരാലും ക്വസ്റ്റ്യൻ ചെയ്യപ്പെടാൻ സാധ്യമില്ലാത്ത ഒരു യൂണിവേഴ്സൽ ട്രൂത്ത് ആണെങ്കിൽ റിപ്പോർട്ടർ സ്പീച്ചിൽ വരുമ്പോൾ അവിടെ ഡയറക്റ്റ് സ്പീച്ചിൽ റിപ്പോർട്ടിംഗ് വെർബ് പാസ്റ്റ് ടെൻസിലായാൽ പോലും, അവിടെ റിപ്പോർട്ടിംഗ് വെർബ് പാസ്റ്റ് ടെൻസിലാണെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്ത് വരുന്ന സെൻറ്റൻസിൽ റിപ്പോർട്ടിംഗ് സെൻറ്റൻസിൽ മെയിൻ വെർബ് കറസ്പോണ്ടിങ് പാസ്റ്റ് ടെൻസിലേക്ക് ആവും എന്നാണ് നമ്മൾ തൊട്ട് മുന്നേ പഠിച്ചത്. പക്ഷേ നമ്മൾ ഈ റിപ്പോർട്ട് ചെയ്യാൻ പോകുന്ന കാര്യം ഒരു യൂണിവേഴ്സൽ ട്രൂത്താന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അത് റിപ്പോർട്ടിംഗ് വെർബ് ഇവിടെ കണ്ടോ, സെഡ് പാസ്റ്റ് ടെൻസ് ആണേ, പാസ്റ്റ് വെർബാണ്, പാസ്റ്റ് ഫോം ഓഫ് ദി വെർബാണ്. ഈ റിപ്പോർട്ടിംഗ് വെർബ് പാസ്റ്റ് ഫോം ആയാലും തന്നെ എന്ത് സംഭവിക്കില്ല, അവിടെ ആ ഫോളോ ചെയ്യുന്ന ആ ഒരു സെൻറ്റൻസിൽ എന്ത് ചെയ്യില്ല, അവിടെ ടെൻസിൽ മാറ്റമൊന്നും വരില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഞാൻ സൂര്യനാണ് സൗരയൂഥത്തിൻ്റെ കേന്ദ്രം എന്ന് ഞാൻ പറയണം, അതൊരു നോൺ ഫാക്റ്റ് ആണ് അല്ലേ. സൗരയൂഥത്തിൻ്റെ കേന്ദ്രം സൂര്യനാണ്. ഞാനത് വേറൊരാളുടെ പറയാം, സൗരയൂഥത്തിൻ്റെ വേറൊരാളുടെ അടുത്ത് പോയിട്ട് റിപ്പോർട്ട് ചെയ്യാമെന്ന് വിചാരിക്കും. ഇപ്പം ജോൺ ഇങ്ങനെ പറഞ്ഞു, സൗരയൂഥത്തിൻ്റെ കേന്ദ്രം സൂര്യനാണ്. അപ്പം ഞാൻ വേറൊരാളുടെ അടുത്ത് പോയി റിപ്പോർട്ട് ചെയ്യണം, ജോൺ ഇങ്ങനെ പറഞ്ഞു. എന്താന്ന് വെച്ചാൽ സൗരയൂഥത്തിൻ്റെ കേന്ദ്രം സൂര്യനായിരുന്നു. ടെൻസ് മാറ്റി ഇങ്ങനെ ഒരു പ്രശ്നം വരില്ലേ? ഇപ്പോഴല്ലേ അത്, ഇപ്പോഴും സൂര്യൻ തന്നെയല്ലേ സൗരയൂഥത്തിൻ്റെ ഒരു കേന്ദ്രം. അപ്പോൾ യൂണിവേഴ്സൽ ട്രൂത്തിന് മാറ്റം വരാത്തത് കൊണ്ടാണ് നമ്മളവിടെ ടെൻസിന് മാറ്റം വരുത്താത്തത്. അത്രയും നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. നെക്സ്റ്റിലോട്ട് പോവാം. അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ട് തന്നെയാണ് പറഞ്ഞു പോകുന്നത്. ഇതിന് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക കേട്ടോ. നോക്കൂ, ജോൺ സേസ് ഐ ഷാൽ ബൈ എ ന്യൂ കാർ. ഞാനൊരു പുതിയ കാറ് മേടിക്കും. ജോൺ സേസ് ദാറ്റ് ഹി വിൽ ബൈ എ ന്യൂ കാർ. ഇവിടെ ഈ വില്ല് ഷാൽ എന്നുള്ളൊരു ചേഞ്ച് അല്ലാതെ ഈ ഷാല് ഷുഡൊന്നും ആയിട്ടില്ല, പാസ്റ്റ് ടെൻസിലേക്ക് ഒന്നും ആയിട്ടില്ല. പക്ഷേ നോക്കൂ, നിങ്ങളുടെ ഇവിടെ റിപ്പോർട്ടിംഗ് വെർബ് പാസ്റ്റ് ടെൻസിലാണോ? അല്ല. റിപ്പോർട്ടിംഗ് വെർബ് എന്തിലാണ് കിടക്കണേ? പ്രസന്റ് ടെൻസിലാണ്, അതും സിംഗുലർ ഫോമിൽ ആണ് കിടക്കുന്നത്. ജോൺ സേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ജോൺ പറയുവാണ് അവനൊരു കാറ് മേടിക്കും, ഒരു പുതിയ കാർ മേടിക്കും. അപ്പോൾ ഈ വില്ലായതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ അതൊരു ഡിറ്റർമിനേഷനാണ് കാണിക്കുന്നത്. ഐ വിൽ ഡു ഇറ്റ് എന്ന് പറഞ്ഞാൽ ഐ ഷാൽ ഡു ഇറ്റ് അതിനാണ് കൂടുതൽ, ഏതിനാണ് കുറച്ചും കൂടി ഉറപ്പ് നിങ്ങൾക്ക് ഫീൽ ചെയ്യണേ? ഐ വിൽ ഡു ഇറ്റ് എന്ന് പറയുമ്പോഴല്ലേ. അപ്പോൾ ഈ സിംഗുലർ നൗണിൻ്റെ ഒപ്പം വില്ല് ചേർത്ത് കഴിയുമ്പോൾ എന്താ ഗുണം? അതിന് കുറച്ചും കൂടി ഡിറ്റർമിനേഷൻ, പവർ, അല്ലെങ്കിൽ തീരുമാനത്തിന് കുറച്ചും കൂടി ബലം, അല്ലെങ്കിൽ അത് ചെയ്യാൻ പോകുന്ന കാര്യത്തിന് കുറച്ചും കൂടി ഉറപ്പ് നമുക്ക് ഫീൽ ചെയ്യും. അല്ലെങ്കിൽ അത് ആണ് ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് അപ്പോൾ ഇവിടെ നിങ്ങൾ എഴുതിയേക്കൊന്ന് നോക്കൂ. ഇഫ് ദ റിപ്പോർട്ടിംഗ് വെർബ് ഈസ് ഇൻ ദി പ്രസൻറ്റ് ഓർ ഫ്യൂച്ചർ ഫോം, പ്രസൻറ്റ് ഫോമിലായാൽ മാത്രം അല്ല, ഫ്യൂച്ചർ ഫോമിലാണെങ്കിലും ദർ വോണ്ട് ബി എനി ചേഞ്ചസ് ഇൻ ദ റിപ്പോർട്ടിംഗ് ക്ലോസ്. അതായത് ഈ റിപ്പോർട്ടിംഗ് ക്ലോസ്, ഈ റിപ്പോർട്ടിംഗ് സെൻറ്റൻസിൽ എന്തുണ്ടാവില്ല, ടെൻസിന് ഒരു മാറ്റവും വരില്ല. പക്ഷെ ഇവിടെ ഐ എന്ന് പറയുന്നത് ഹി ആവുന്നുണ്ട് കേട്ടോ. അങ്ങനത്തെ മിനിമം ചേഞ്ചസ് ഒക്കെ വരും. ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ, വോയിസിൽ എപ്പോഴും വെർബ്, പാസീവ് വോയിസിൽ എപ്പോഴും വെർബ് V3 ഫോമിലാണ് ഉപയോഗിക്കുക, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമിൽ ഉപയോഗിക്കുന്നത് എന്ന് പറയുന്നത് ഒരു യൂണിവേഴ്സൽ ട്രൂത്ത്. അത് എവിടെ എങ്ങനത്തെ സെൻറ്റൻസ് വന്നാലും അങ്ങനെ വരാം. അതേപോലെ തന്നെ ഇവിടെ ഈ പറയുന്ന നമ്മളുടെ പ്രൊനൗൺസ് ഒക്കെ കറസ്പോണ്ടിങ് ആയിട്ട് മാറും. ജോൺ പറയാണ് അവൻ പുതിയൊരു കാറ് മേടിക്കും. അവിടെ അത് മാറണ്ടേ, അല്ലാണ്ട് നമുക്കത് റിപ്പോർട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇവിടെ ടെൻസിലാണ് മാറ്റം വരാത്തത്. ബാക്കി പ്രൊനൗണിലും അല്ലെങ്കിൽ ഇപ്പോൾ യെസ്റ്റർഡേ ടുഡേ എന്നൊക്കെ ഉണ്ടെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് അത് മാറും. വൈൽ റിപ്പോർട്ടിംഗ് ആൻ അസർട്ടീവ് സെൻറ്റൻസ് ആഫ്റ്റർ ദ റിപ്പോർട്ടിംഗ് ദാറ്റ് ആസ് ദ കൺജങ്ഷൻ ഷുഡ് ബി യൂസ്ഡ്. ഞാനത് ഓൾറെഡി പറഞ്ഞതാണ്. അസർട്ടീവ് സെൻറ്റൻസ് എന്ന് പറയുന്നത് എന്താ, സ്റ്റേറ്റ്മെൻറ്റുകളാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അസർട്ടീവ് സെൻറ്റൻസ് നിങ്ങൾ കൈൻഡ്സ് ഓഫ് സെൻറ്റൻസ് നമ്മൾ ഇതിക്ക് മുന്നത്തെ ക്ലാസ്സിൽ എടുത്തിട്ടുണ്ട്, ഡീറ്റെയിൽഡ് ആയിട്ട് എടുത്തിട്ടുണ്ട്, അത് പോയി കാണാം. അതായത് ഇവിടെ ഞാൻ അല്ലാണ്ട് ടൈപ്സ് ഓഫ് സെൻറ്റൻസ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ല. അതിൻ്റെയൊക്കെ ലിങ്ക് നമ്മുടെ
ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള പ്ലേലിസ്റ്റിലുണ്ട്, നിങ്ങൾക്കത് പോയൊക്കെ കാണാവുന്നതാണ്, സെലക്ട് ചെയ്ത് കാണാം. ഓക്കെ. അപ്പോൾ ജോൺ സേസ് ഇവിടെ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. റിപ്പോർട്ടിംഗ് വെർബ് ഒന്നില്ലെങ്കിൽ പ്രസന്റ് ടെൻസിലോ അല്ലെങ്കിൽ ഫ്യൂച്ചർ ഫോമിലോ ആണോ കിടക്കണമെങ്കിൽ അവിടെ ഈ കൺജങ്ഷൻ ഉപയോഗിച്ചതിന് ശേഷം നമ്മൾക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രൊനൗൺസ് ഒക്കെ മാറ്റിയാലും അവിടുത്തെ എന്ത് മാറില്ല, ടെൻസ് മാറില്ല. അതായത് സബ്ജക്റ്റ്, റിപ്പോർട്ടിംഗ് വെർബ്, ദാറ്റ്, അതിനുശേഷം സബ്ജക്റ്റ് ക്ലോസ്, സബ് ക്ലോസ്, സബ്ജക്റ്റ് അല്ല സബ് ക്ലോസ്. സബ് ക്ലോസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ കോമ കഴിഞ്ഞിട്ടുള്ള ക്ലോസ് ആണ് ഈ ഉദ്ദേശിക്കുന്നത് കേട്ടോ, സബ് ക്ലോസ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പം അത്രയും മനസ്സിലായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നെക്സ്റ്റ് സ്ലൈഡിലോട്ട് പോവാം. ജോൺ ആസ്ക്ഡ് മേരി. നോക്കൂ, ഇവിടെ നമ്മൾ ഇത്രയും നേരം നമ്മൾ സ്റ്റേറ്റ്മെൻറ്റുകളാണ് പറഞ്ഞുകൊണ്ടിരുന്നായിരുന്നേ. ഇവിടെ എത്തുമ്പോൾ നമുക്ക് എന്താ ക്വസ്റ്റ്യൻസായി. ക്വസ്റ്റ്യൻസിനെ എങ്ങനെ നമുക്ക് ഇതിൻ്റെ റിപ്പോർട്ടിംഗ് ഫോം ആക്കാം എന്ന് നോക്കാം. ജോൺ ആസ്ക്ഡ് മേരി. നോക്കൂ, ഇവിടെ റിപ്പോർട്ടിംഗ് വെർബ് തന്നെ അങ്ങോട്ട് മാറാണ്. ആസ്ക്ഡ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താ, ചോദിച്ചു എന്നല്ലേ. ജോൺ മേരിയോട് ചോദിക്കുകയാണ് എന്ത്, വേർ ആർ യു ഗോയിങ്, നീ എവിടേക്കാണ് പോകുന്നത്, അല്ലെങ്കിൽ നീ എവിടേക്കാണ് പോയിക്കൊണ്ടിരിക്കണേ, വേർ ആർ യു ഗോയിങ്. ഓക്കെ. അപ്പോൾ ജോൺ ആസ്ക്ഡ് മേരി, അതങ്ങനെ തന്നെ എഴുതി. അതിനുശേഷം എന്താ, ഇവിടുത്തെ ക്വസ്റ്റ്യൻ വേർഡ് ഇത് മെയിനായിട്ട് WH ക്വസ്റ്റ്യൻസ്, അതായത് ഉണ്ട് അല്ലെങ്കിൽ ഇല്ല എന്നുള്ള ഒരു 2 വാക്കിൽ ഉത്തരം പറയാൻ പറ്റാത്ത ചോദ്യങ്ങളാണ് എന്ത്, WH ക്വസ്റ്റ്യൻസ്. അതിനകത്തൊരു ക്വസ്റ്റ്യൻ വേർഡ് ഉണ്ടാവും. അപ്പോൾ ആ ക്വസ്റ്റ്യൻ വേർഡാണ് ഇങ്ങനത്തെ ചോദ്യങ്ങൾ വരുമ്പോൾ നമ്മൾ കണക്റ്റിംഗ് ഒരു വേർഡ്, അതല്ലാന്നുണ്ടെങ്കിൽ കൺജങ്ഷനായിട്ട് ഉപയോഗിക്കുന്നത്. ദാറ്റാണ് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റിൽ ഉപയോഗിച്ചത്, ഇവിടെ നമ്മൾ ക്വസ്റ്റ്യൻ വേർഡാണ് ഉപയോഗിക്കുന്നത്. അതിനുശേഷം എന്താ, നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്തിലേക്ക് പോകണം, പാസ്റ്റ് ടെൻസിലേക്ക് പോകണം. വേർ ആർ യു ഗോയിങ്, അതിക്ക് മുന്നായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഈ ക്വസ്റ്റ്യൻ വേർഡ് എടുത്ത് അതിൻ്റെ കൺജങ്ഷനായിട്ട് ഉപയോഗിച്ചതിന് ശേഷം ബാക്കി വരുന്ന ഈ ഒരു സെൻറ്റൻസിൻ്റെ ഈ ഭാഗം ഉണ്ടല്ലോ, അത് നേരെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആക്കുക. യു ആർ ഗോയിങ് എന്നായിരിക്കുമല്ലോ ആ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഒരു ഇത്. അതായത് സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ്, അതാണ് ഇംഗ്ലീഷിലൊരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഒരു സിമ്പിൾ ഫോം എന്ന് പറയുന്നത്. അപ്പോൾ യു ആർ ഗോയിങ് എന്നുള്ളതിന് പകരമായിട്ട് നമ്മൾ അവിടെ പ്രൊനൗൺ മാറ്റുന്നുണ്ട്. ജോൺ ആസ്ക്ഡ് മേരി, മേരിയോടാണ് ചോദിക്കണം. അപ്പോൾ ഇവിടെ യു എന്ന് പറയുന്നത് ഷീ ആണ് അല്ലേ. ഈ സ്ത്രീയാണല്ലോ. നീ എവിടെയാണ് പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ സ്ത്രീയോടല്ലേ ചോദിക്കണം, ഒരു പെണ്ണിനോടല്ലേ ചോദിക്കണം. അപ്പോൾ അവിടെ പ്രൊനൗൺ ഷീ ആവും, യുക്ക് പകരം ഷീ ആവും. ആർ എന്ന് പറയുന്നത് പ്രസൻറ്റ് കണ്ടിന്യൂസിനെ സൂചിപ്പിക്കുന്നു. ഇവിടെ ING ഫോം ഓഫ് ദി വെർബ് ഒക്കെ തന്നെയാണ്. അപ്പോൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ഫോമാണ്. നേരെ പാസ്റ്റ് കണ്ടിന്യൂസിലേക്ക് അങ്ങോട്ട് ആക്കണം. അപ്പോൾ എന്താ, വാസ് ഗോയിങ് ആവും. വാസ് ഓർ വെയർ ആണ്. ഇവിടെ ഷീ എന്ന് പറയുന്നത് എന്താ, ഒരു സിംഗുലർ സബ്ജക്റ്റ് ആണ്, അതുകൊണ്ട് തന്നെ ഇവിടെ വാസ് ഉപയോഗിച്ചു. പക്ഷേ ഇവിടെ നേരെ നിങ്ങൾ തെറ്റി യു ഉപയോഗിച്ച് കഴിഞ്ഞാൽ വേറെ ഉപയോഗിക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ട് അങ്ങനത്തെ മിസ്റ്റേക്കുകൾ വരുത്തരുത്. വൈൽ ചേഞ്ചിങ് ആൻ ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് ഇൻ ടു ഇൻഡയറക്റ്റ് സ്പീച്ച് ഇൻസ്റ്റെഡ് ഓഫ് സെഡ്, ടോൾഡ്, വൺ ഷുഡ് യൂസ് ആസ്ക്ഡ്, എൻക്വയർഡ് ആസ് റിപ്പോർട്ടിംഗ് വെർബ്. അപ്പോൾ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് പറയുമ്പോഴാണ് ടോൾഡ്, സെഡ് അല്ലെങ്കിൽ സ്റ്റേറ്റഡ് എന്നൊക്കെയുള്ള അസേർട്ടഡ് എന്നുള്ള റിപ്പോർട്ടിംഗ് വെർബുകളൊക്കെ ഉപയോഗിക്കുക. പക്ഷേ ചോദ്യത്തിൽ വരുമ്പോൾ ആസ്ക്ഡ്, എൻക്വയർഡ് അങ്ങനെയൊക്കെ ക്വസ്റ്റ്യനെ സൂചിപ്പിക്കുന്ന ഒരു ക്വസ്റ്റ്യനിങ് എന്ന് പറയുന്ന ആ ഒരു ഇതിനെ സൂചിപ്പിക്കുന്ന റിപ്പോർട്ടിംഗ് വെർബുകൾ നമ്മൾ ഉപയോഗിക്കണം. വെൻ എ ക്വസ്റ്റ്യൻ ഈസ് ചേഞ്ച്ഡ് ഇൻ ടു ഇൻഡയറക്റ്റ് സ്പീച്ച്, ദ ക്വസ്റ്റ്യൻ വേർഡ്, അതായത് WH വേർഡ് വരുന്ന ക്വസ്റ്റ്യൻസിലാണ് ഇവിടെ പറയുന്നത്. ക്വസ്റ്റ്യൻ വേർഡ് തന്നെ എന്ത് ചെയ്യണം, കൺജങ്ഷനായിട്ട് ഉപയോഗിക്കണം. അത് കഴിഞ്ഞതിന് ശേഷം ആഫ്റ്റർ ദ ക്വസ്റ്റ്യൻ വേർഡ് ദ സ്ട്രക്ചർ ഓഫ് ദ ക്വസ്റ്റ്യൻ വിൽ ബി ചേഞ്ച്ഡ് ഇൻ ടു എ സ്റ്റേറ്റ്മെൻറ്റ്. അതിനുശേഷം ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ രൂപത്തിൽ നിങ്ങൾ ഇതിനെ അങ്ങോട്ട് എഴുതുക. ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുമ്പോൾ നിങ്ങൾ ആദ്യമേ തന്നെ ഓപ്ഷൻസിൽ പോയിട്ട് ഇത് ശരിയാണോ ഇത് ശരിയാണോ എന്ന് ചെയ്യരുത്. ഈ വോയിസ്, ഇഫ് ക്ലോസ്, അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ പറയണെങ്കിൽ റിപ്പോർട്ടിങ്, ഇങ്ങനെ റിപ്പോർട്ടിംഗ് സ്പീച്ചിലേക്ക് ആക്കുക എന്നുള്ള ഇതൊക്കെ വരുമ്പോൾ നമ്മൾ ആദ്യം അത് നമ്മൾ തന്നെ സൈഡിലായിട്ട് റഫായിട്ടൊന്ന് എഴുതുക. ഇതിൻ്റെ ശരിയായിട്ടുള്ളത് ഏതായിരിക്കുന്നു നമ്മൾ ഈ ഓപ്ഷൻസ് നോക്കണതിന് മുന്നേ നോക്കാം. അല്ലെങ്കിൽ നമ്മൾക്ക് ഇതാണോ അതാണോ, അതും ശരിയായിട്ട് തോന്നുന്നുണ്ട്, ഇതും ശരിയായിട്ട് തോന്നുന്നുണ്ട്, അങ്ങനെ കൺഫ്യൂഷൻ വരും. ഓക്കെ. അപ്പോൾ നമ്മൾ ആദ്യം ഇതിൻ്റെ ശരിയായിട്ടുള്ള രൂപ ഈ സൈഡിൽ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് എഴുതുക. ഓക്കെ. ഇവിടെ നമ്മൾ നോക്കിയാൽ യു ആർ ഗോയിങ് എന്നാവും അല്ലേ, ഒരു സ്റ്റേറ്റ്മെൻറ്റ് രൂപം. അപ്പോൾ ഇത് നോക്കുമ്പോൾ നോക്കൂ, ആറുണ്ട്, ING ഫോം ഉണ്ട്. അപ്പോൾ നേരെ അങ്ങ് ചിന്തിച്ചേക്കണം, എന്താ അത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ഫോമാണ്. അപ്പോൾ ഇവിടെ യു എന്ന് പറയുന്നത് ആരാ, ഷീ ആണ്, മേരീനെയാണ് ഉദ്ദേശിച്ചേക്കണം അല്ലേ. ജോൺ ചോദിക്കുന്നത് മേരീനോടാണ്. അപ്പോൾ മേരി നീ എവിടേക്കാ, നീ എന്ന് പറയുന്നത് ഇവിടെ മേരി അല്ലേ. അപ്പോൾ ഇവിടെ ഷീ വന്നതുകൊണ്ട് എന്തായിരിക്കും, പാസ്റ്റ് കണ്ടിന്യൂസിൽ വാസായിരിക്കും. ING ഫോം അങ്ങനെ തന്നെ ഉപയോഗിക്കുക, ഗോയിങ്. ഓക്കെ. വേർ ഷീ വാസ് ഗോയിങ്. നമ്മളിങ്ങനെ ഇതേ ചോദ്യം നമ്മൾ മലയാളത്തിൽ റിപ്പോർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുമോ. ജോൺ മേരിയോട് ചോദിച്ചു എന്താ
എവിടേക്കാ നീ പോകുന്നേ, അങ്ങനെയല്ലേ ചോദിക്കുക? അല്ലേ ശരി, അവളെവിടേക്കാ പോയെന്നാണ് ചോദിക്കുക അല്ലേ? അവളെവിടേക്കാ പോയെന്ന് ചോദിച്ചു, അങ്ങനെയല്ലേ നമ്മൾ പറയുക. അപ്പോൾ ഇവിടെ എന്താ, അതാ സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലേക്ക് ആദ്യം ആക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം, ശരിയായിട്ടുള്ള രൂപം എഴുതി നോക്കുക. അതിനുശേഷം നിങ്ങൾ ശരിയായിട്ട് എഴുതിയണത് എവിടെയെങ്കിലും ഓപ്ഷനിൽ ഉണ്ടോ എന്ന് നോക്കുക. അപ്പോൾ ചിലപ്പോൾ തോന്നും, ചിലപ്പോൾ നമ്മൾ ചില സ്ഥലത്ത് ഈ യെസ്റ്റർഡേ എന്നുള്ളതൊന്നും മാറ്റിയിട്ടുണ്ടാവില്ല, അവരത് ചിലപ്പോൾ മാറ്റി എഴുതിയിട്ടുള്ളൊരു കറക്റ്റ് ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ നമുക്ക് അങ്ങനെ താരതമ്യം ചെയ്ത് പെട്ടെന്ന് കറക്റ്റ് ഓപ്ഷനിലേക്ക്, അല്ലാണ്ട് നമ്മൾ നേരെ പോയിട്ട് ആ 4 ഓപ്ഷൻ നമുക്ക് ഒരുപോലെ തോന്നും. അതിനകത്ത് വരുന്ന വ്യത്യാസങ്ങൾ, നമ്മൾ ചെറിയ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള വ്യത്യാസങ്ങൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. അപ്പോൾ ഈ റൂൾസൊക്കെ നന്നായിട്ട് പഠിക്കുക. അതിനുശേഷം അതിക്കൊക്കെ മുന്നേ നിങ്ങൾ പഠിക്കുന്നത് ടെൻസാണ്. ടെൻസ് പഠിച്ചതിന് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ പകുതി ഭാരം കുറഞ്ഞു. ബാക്കിയുള്ളതൊക്കെ മനസ്സിലാക്കാൻ എളുപ്പമാണ്. 25 മിനിറ്റ് ആയില്ലേ? ഓക്കെ, നമുക്കിനി പെട്ടെന്ന് നോക്കാം. അതെ, ഒരു സ്ലൈഡും കൂടി ഉള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഇതങ്ങ് തീരാണ്. ജോൺ ആസ്ഡ് മേരി ആർ യു ഗോയിങ് ടു ദ ചർച്ച്. അപ്പോൾ നോക്കുക, ഇവിടെ ഒരു ക്വസ്റ്റ്യൻ വേർഡ് ഇല്ല. അതൊരു ഡബ്ല്യൂ. നീ പള്ളിയിലേക്കാണോ പോണേ? അതായത് മേരിനോട് ചോദിക്കുകയാണ്, നീ പള്ളിയിലേക്കാണോ പോണേ എന്ന്. അപ്പോൾ അത് വേണമെങ്കിൽ മേരിക്ക് അല്ല അല്ലെങ്കിൽ ആണ്, അതായത് യെസ് ഓർ നോ എന്നുള്ള ഉത്തരത്തിൽ ഒരു ഉത്തരം ആ ചോദ്യത്തിന് പറയാൻ പറ്റും. അതാണ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ. മനസ്സിലായി? ഇതെന്തായിരിക്കും, ആ സെൻറ്റൻസിൻ്റെ ഓക്സിലറി വെർബിലായിരിക്കും ഇത് സ്റ്റാർട്ട് ചെയ്യേണ്ടാവുക. ആർ യു ഗോയിങ് ടു ദ ചർച്ച്. ഇവിടെ നോക്കുക, ഇവിടെ നമ്മൾ റിപ്പോർട്ടിംഗ് വെർബ് എഴുതിയതിന് ശേഷം ജോൺ ആസ്ഡ് മേരി, ഇവിടെ നമുക്ക് കൺജങ്ഷനായിട്ട് ഉപയോഗിക്കാനായിട്ടൊരു ക്വസ്റ്റ്യൻ വേർഡ് ഇല്ല. അപ്പോൾ എന്ത് ചെയ്യണം, ഇഫ് ഓർ വെദർ എന്ന് നമ്മൾ അങ്ങ് ഉപയോഗിച്ചേക്കണം. ഇഫോ രണ്ട് ഉപയോഗിക്കേണ്ട, ഇഫോ വെദർ. ഇഫ് ഷി വാസ് ഗോയിങ് ടു ദ ചർച്ച് അല്ലെങ്കിൽ വെദർ ഷി വാസ് ഗോയിങ് ടു ദ ചർച്ച്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ അങ്ങ് നോർമൽ സെൻറ്റൻസിലേക്ക് അങ്ങോട്ട് ആക്കണം. യു ആർ ഗോയിങ് ടു ദ ചർച്ച്, അങ്ങനെയല്ലോ ഇതിൻ്റെ സെൻറ്റൻസ് വരിക. നമ്മൾ അതിനെ എന്ത് ചെയ്യണം, അതിൻ്റെ പ്രൊനൗൺസുകൾ മാറ്റണം. അതുപോലെ തന്നെ അതിൻ്റെ ടെൻസും അങ്ങ് കറസ്പോണ്ടിങ് ആയിട്ട് മാറ്റിക്കൊള്ളണം. ഇത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ഫോമിൽ കിടക്കുന്നതുകൊണ്ട് പാസ്റ്റ് കണ്ടിന്യൂസ് ഫോമിലേക്ക് അങ്ങോട്ട് വരണം. അപ്പോൾ ഇവിടെ യു എന്ന് പറയുന്നത് എന്താവും, ഷീ ആവും. കാരണം മേരിയോടുള്ള ചോദിച്ചതെന്ന് പറഞ്ഞാൽ, അപ്പോൾ അവൾ പള്ളിയിലേക്കാണോ പോണേ, അങ്ങനെയല്ലേ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ചോദിക്കുക. അവൾ എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ ഷീ ഉപയോഗിക്കണം. ഷീ ഒരു സിംഗുലർ ആയതുകൊണ്ട് വാസാണ് ഉപയോഗിക്കുക. പാസ്റ്റ് കണ്ടിന്യൂസിൽ ING ഫോം ഉപയോഗിക്കണം. നേരെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അങ്ങ് എടുത്ത് എഴുതിക്കൊള്ളണം. ഇത് തന്നെയാണ് താഴെ എഴുതി വെച്ചാണ് യെസ് ഓർ നോ ക്വസ്റ്റ്യനിൽ കൺജങ്ഷനായിട്ട് ഇഫ് ഓർ വെദർ ഉപയോഗിക്കണം. ഏതെങ്കിലും ഒന്ന് ഉപയോഗിച്ചാൽ മതി. ക്വസ്റ്റ്യനിൽ ഏതെങ്കിലും ഒന്നേ ഉണ്ടാവുള്ളൂ. ദ ക്വസ്റ്റ്യൻ മസ്റ്റ് ബി ചേഞ്ച്ഡ് ഇൻ ടു സ്ട്രക്ചർ ഓഫ് എ സ്റ്റേറ്റ്മെന്റ് വൈൽ റിപ്പോർട്ടിംഗ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ക്വസ്റ്റ്യൻ വേർഡ് അങ്ങോട്ട് കൺജങ്ഷനായിട്ട് ഉപയോഗിച്ചതിന് ശേഷം സ്റ്റേറ്റ്മെന്റ് രൂപത്തിലേക്ക് ആക്കി അതിൻ്റെ പ്രൊനൗൺസും കറസ്പോണ്ടിങ് ആയിട്ടുള്ള പാസ്റ്റ് ടെൻസിലേക്ക് മാറ്റിയിട്ട് എന്ത് ചെയ്യണം, നേരെ അതങ്ങ് റിപ്പോർട്ടിംഗ് ചെയ്യുന്ന രീതിയിൽ അങ്ങ് എഴുതിയേക്കണം. അപ്പോൾ ആദ്യമേ തന്നെ നിങ്ങൾ ഓപ്ഷനിൽ പോയി ചെയ്യാൻ നിൽക്കരുത്. ഇങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം അതിൻ്റെ ഉത്തരം ഒന്ന് എഴുതി നോക്കുക. സൈഡിലൊക്കെ സ്ഥലം ഉണ്ടല്ലോ, അവിടെ അങ്ങ് എഴുതി നോക്കുക. ചിലപ്പോൾ നമ്മൾ എഴുതിയുടെ ചെറിയ മിസ്റ്റേക്കൊക്കെ വരും. പക്ഷേ എങ്കിൽ പോലും നമ്മൾ എഴുതിയതിനോട് അല്പസ്വല്പമെങ്കിലും സാമ്യമുള്ളൊരു ഓപ്ഷൻ നമുക്ക് തിരഞ്ഞെടുക്കാം. അതുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമോ, ഞാൻ യെസ്റ്റർഡേ എന്നുള്ളത് പ്രീവിയസ് ഡേ എന്ന് ആക്കിയിട്ടില്ല. അപ്പോൾ അത് ആ ക്വസ്റ്റ്യനിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. അങ്ങനെ പെട്ടെന്നൊരു റൈറ്റ് ആൻസറിലേക്ക് എത്താനായിട്ട് നമുക്ക്, അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഇതാണോ അതാണോ ശരി, അങ്ങനെ നമ്മൾ നോക്കിയിരിക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ ഒരു പാർട്ട് 2 കൂടി ഉണ്ട്, അതും നിങ്ങൾ കാണാം. ക്ലാസ് കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. വിചാരിച്ചേക്കാളും കുറച്ച് ലെങ്ത്ത് കൂടിപ്പോയി, എന്നാലിത് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുക. ക്ലാസ്സുകൾ എടുക്കുന്നതിന് കൂടുതൽ ഇൻസ്പിറേഷൻ അത് തരുന്നതാണ്. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടവർ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ ബൈ, സീ യു.